2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി തീയതി മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. ആരായിരിക്കാം അടുത്ത് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പോൾ കപ്പ തിന്നുന്നു, കപ്പ വേവുന്നു, പിന്നെ എന്താ പറയുക, അച്ചാറുണ്ടോ നോക്കുന്നു. അങ്ങനെ പല ഓട്ടങ്ങളാണ് സതീശനും KC വേണുഗോപാൽ. അതിനിടയ്ക്ക് ഒരു കാര്യം കേൾക്കുന്നത്, സതീശൻ വീട്ടിലെ TV ഒക്കെ അടിച്ചു പൊട്ടിച്ചെന്ന് കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നല്ല. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെയും മോഹൻലാലിന്റെ ഇരുവർ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം സതീശന്റെ മുഖമൊക്കെ കണ്ട ഒരുമാതിരി ഇഞ്ചി അടിച്ച ആളെ പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഞാൻ ജയിക്കില്ലടാ. വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹം ഈ ഒതുക്കത്തിൽ പോയി വീണ്ടും നായരച്ചനെ കണ്ടിട്ടുണ്ട്. ചെന്നിത്തല NSS ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മൊത്തത്തില് എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയില് പിന്നെ UDF നിൽക്കുമ്പോൾ പിണറായി വിജയൻ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് കണ്ട ഏറ്റവും രസകരമായ ഒരു കാര്യം, മനോരമ എപ്പോഴും UDFന് അനുകൂലമായിട്ടേ പറയൂ. മോദിയെയും പിണറായി വിജയൻ അവർക്ക് ഇഷ്ടമേ അല്ല. ഈ സർവേ ഒക്കെ വന്നാൽ അതിനെ ആളുകളുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് അതിൽ സംഖ്യകളിൽ മാറ്റം വരുത്തും. അത് 25ആയ പിന്നെ പിണറായി വിജയനെ 21ആയ സതീശന്റെ അടുത്ത് കൊണ്ട് 25 വെക്കും. അങ്ങനെ ഭയങ്കരമായി ഇത് നടത്തും. പക്ഷെ ഇത്തവണ മനോരമ ഒരു സത്യം അങ്ങ് പറഞ്ഞേക്കാണ്, മൂന്നാമതും പിണറായി വിജയൻ തന്നെ. സർവേകളുടെ ഒരു കാലമാണല്ലോ. അപ്പം ഓരോ ചാനലുകളും തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അവർ ആര് ജയിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളാണത്. അതായത് വാർത്താ മാധ്യമങ്ങളെന്ന് പറയും. കാരണം നേതാക്കന്മാരുടെ പറച്ചില്, ഭരണപക്ഷത്ത് അവർ ചെയ്ത നേട്ടങ്ങളെ, പ്രതിപക്ഷം ഈ പറയുന്ന പോലെ ഭരണപക്ഷം കാണിച്ച കുഴപ്പങ്ങളെ, വയറ്റിൽ കത്രികയുണ്ടോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ശരിയാണോ, സ്കൂളുകളിൽ പിള്ളേരുണ്ടോ, പുസ്തകമുണ്ടോ, മറ്റൊരു പുസ്തകം കൊടുത്തു, ഇങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള PR വർക്കുകളും പ്രമോഷനുകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം സർവേയുടെ കാര്യത്തിൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഒരു പാർട്ടി പത്രത്തിനപ്പുറം ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ജോലി ഈ പറയുന്നതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ചെയ്യുന്നത്, കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. കോൺഗ്രസ് ഉള്ള കാലം തൊട്ട്. അതായത് മനോരമയുടെ ഒരു കാര്യം അതാണ്, മനോരമയ്ക്ക് ഒരിക്കലും ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആദ്യകാലത്ത്, അന്ന് മാമൻ മത്തായി ആണോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം തോന്നുന്നു ഇടതുപക്ഷ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുന്ന ആ രീതിയിൽ പറഞ്ഞ അവസാനം അത് വലിയ വിവാദമല്ല. പുള്ളിക്ക് വിഷം കഴിച്ച് മരിക്കാൻ പറ്റിയില്ല, ഇടതുപക്ഷം എനിക്ക് ഇല്ലയോ അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. അപ്പൊ ആ നിലപാടുള്ള മലയാള മനോരമ ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ സർവേയിൽ പോലും ഈ പറയുന്ന മറ്റ് ഈ കനകഗുരു പറഞ്ഞതുപോലെ അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സർവേയിൽ കാണിക്കുന്നത്, സർവേയിൽ തെളിയുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്നാണ്. അതായത് അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ പിണറായി വിജയന് കിട്ടുന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുമ്പോൾ 2020 അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത വോട്ടിംഗ് ശതമാനം 44.7% വോട്ടാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ ഇതിന് ഈ 44.7% വോട്ട് കിട്ടുമ്പോൾ എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മളതിനകത്ത് മനോരമയുടെ പഴയ സർവേ വെച്ചിട്ടുള്ള കണക്ക് വെച്ച് തന്നെ നോക്കുമ്പം 2016 43.14% വോട്ട് കിട്ടിയപ്പോൾ ഈ മനോരമ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 91 സീറ്റ് ആണ് അന്ന് അധികാരത്തിൽ വരുന്നത്. അന്ന് കിട്ടിയത് ഈ ഇടതുപക്ഷത്തിന് കിട്ടിയത് 43.14%. അന്ന് 91 സീറ്റിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണ്. അപ്പം ഈ പറഞ്ഞ 2021 45.28% വോട്ട് കിട്ടിയപ്പോൾ 99 സീറ്റിൽ പിണറായി വിജയൻ അധികാരത്തിൽ. ഒരു സീറ്റ് നഷ്ടപ്പെട്ടല്ലോ അന്ന്. പക്ഷേ സർവേക്കകത്ത് അന്നത്തെ കണക്ക് പറഞ്ഞിരുന്നത്, നമ്മുടെ മനോരമ പറഞ്ഞിരുന്നത് 77 മുതൽ 82 സീറ്റ് വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ സ്ഥാനത്ത് 99 സീറ്റ്. UDFന് 51 മുതൽ 41 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 40 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് 44.7% വോട്ടാണല്ലോ. അതിനകത്ത് അഭിപ്രായം പറയാത്തവർ 4.9% ഉണ്ട്. അഭിപ്രായം പറയാത്തവർ, ഈ പറയുന്ന അഭിപ്രായം പറയാത്തവരുടെ പകുതിയും കൂടെ കൂട്ടിയാൽ 46% കൂടുതൽ വോട്ട് LDFന് കിട്ടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ 110 സീറ്റിൽ LDF അധികാരത്തിൽ വരും. മനോരമ പറയുന്ന കണക്കാണെങ്കിൽ 110 സീറ്റിന് LDF അധികാരത്തിൽ വരും. കാരണം 10 കൊല്ലം ഭരിക്കുന്ന ഒരു പാർട്ടി, ഒരേ പാർട്ടിയാണ് 5 കൊല്ലം ഭരിച്ചാൽ തന്നെ എത്ര പാൽപ്പായസം വെച്ച് കൊടുത്താലും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവുമല്ലോ. 10 കൊല്ലം വരുമ്പോൾ വളരെ കൂടുതൽ. കാരണം ഇപ്രാവശ്യം മോദിയുടെ ഇതിനകത്ത് നമ്മൾ കണ്ടതാണ്.
10 കൊല്ലം കഴിഞ്ഞപ്പോൾ മോദി 3/2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന മോദിക്ക് ഇപ്രാവശ്യം BJP 3/2 ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം അതിനകത്തുള്ള പ്രചരണവും കാര്യങ്ങളും ഇതേ രീതി പ്രചരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഓരോ ദിവസം ഇവർ പറയുന്നത് ഞങ്ങളിത് ആദ്യം എടുത്തപ്പം പിണറായി വിജയന് ഈ 44 എന്നുള്ളിടത്ത് 38 അതിനുശേഷം വീണ്ടും എടുത്തപ്പോൾ പിണറായി വിജയന് ഒരു മാസം ഓരോ ആഴ്ചയും എടുത്തപ്പോൾ പിണറായി വിജയന് വീണ്ടും 40 ഇപ്പോൾ അത് കൂടിക്കൊണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഈ പറയുന്ന അധികാരത്തിൽ വരാനുള്ള അല്ലെങ്കിൽ സാധ്യത ആൾക്കാരുടെ ഇടയിലുള്ള അഭിപ്രായം പിണറായി വിജയൻ സർക്കാരിന് കൂടുന്നു എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് കാണേണ്ടത്. അതായത് ഈ പറയുന്നതൊന്നുമല്ല പിണറായിക്ക് ജനകീയ മുഖം കൊണ്ടാണ്. കാരണം മനോരമ ഇത് പറയുക പറയാൻ നിവൃത്തികേട് കൊണ്ടാണ്. കാരണം മനോരമ ഏതർത്ഥത്തിലും എങ്ങനെ വന്നാലും ഇപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ടൊരു സർവേ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ കാണണം. കാരണം ഇതിനകത്തൊരു മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിന് സർവേ നടത്തി. അപ്പോൾ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സർവേ നടത്തിയതിനകത്ത് 25% ആർക്ക്? പിണറായി VD സതീശന്, 21% പിണറായി വിജയൻ. അപ്പം അത് ആദ്യം 25% പിണറായി വിജയനായിരുന്നു. രണ്ടാമത് ആ പോസ്റ്റ് മുക്കിയിട്ട് രണ്ടാമത് 25% വീഡിക്ക് കൊടുത്തു. വീഡിക്ക് ഇട്ട് 21% പിണറായി. അപ്പം ഏതെങ്കിലും രീതിയിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മനോരമ ആഗ്രഹിക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ അവർക്കത് തന്നെയാണ് താല്പര്യം എന്നുള്ളതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. നമുക്കറിയാമല്ലോ, രണ്ടാമത് മോദി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദി അധികാരത്തിൽ എല്ലാ സർവേക്കകത്തും പറഞ്ഞു മോദി അല്ലെങ്കിൽ വളരെ ബഹുഭൂരിപക്ഷത്തിൽ വരും. എല്ലാം പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നല്ലോ, സർവേകൾ എടുത്താൽ ചാണക്യായാലും കൊള്ളാം, മറ്റ് പല സർവേകളും ഉണ്ട്, എടുത്താൽ അതുപോലെ എണ്ണം പോലും വ്യത്യാസം വരാതെ അവരെല്ലാം പറഞ്ഞപ്പോൾ ഇവരൊരു സർവേ നടത്തി. അന്ന് ഇദ്ദേഹം ഇവിടെ മത്സരിക്കുമല്ലേ, ആ മനോരമയുടെ ആ കോൺഗ്രസിനോടുള്ള കൂറും ആരാ മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുക. പുള്ളി എല്ലാവരും നോക്കി എങ്ങനെ കണക്ക് കൂട്ടി വന്നപ്പോഴും ആ സർവേയും ഗ്രാഫും എല്ലാം കൂടെ മാറ്റി നോക്കി വന്നപ്പോൾ മോദി ഒരു കാരണവശാലും 2019 അധികാരത്തിൽ വരത്തില്ല. മനസ്സിലായി? പ്രധാനമന്ത്രി ആരാ? രാഹുൽ ഗാന്ധി. അതിന് മടിക്കാത്ത, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, അത്തരത്തിൽ കോൺഗ്രസിനെ രക്ഷിക്കാൻ നിൽക്കുന്ന UDFന്റെ പിറകിലായിട്ടുള്ള, ഒരിക്കലും LDF എന്ന് പറയുന്ന സംവിധാനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഒരു മാധ്യമത്തിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. നിരന്തരമായിട്ടൊരു കാര്യം പറയുന്നത് അസത്യമാണെന്ന് തോന്നിയാൽ ഇവർ പറയുന്നപ്പം എല്ലാവർക്കും അറിയാം. മനോരമ പറഞ്ഞാൽ അത് കോൺഗ്രസിന് വേണ്ടിയേ പറയത്തുള്ളൂ. എത്ര ആയാലും അവർ കോൺഗ്രസിന് ഇപ്പം തന്നെ ഈ ഏറ്റവും നല്ല വാർത്ത ഉണ്ടാക്കുന്ന ആളെന്നുള്ള രീതിയിൽ സതീശനെ പ്രൊമോട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഈ കാര്യം മനോരമ പറഞ്ഞിരിക്കുന്നു. മനോരമ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മളെ പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള കാരണം ഇതാണ്, വോട്ടിംഗ് പേഴ്സൻ്റ് ഇതാണ്, ജനത്തിൻ്റെ അഭിപ്രായം ഇതാണ്, അവർ പറയുന്ന സർവേ അനുസരിച്ച്, അവർ പറയുന്ന രീതി അനുസരിച്ചാണ് MLA-മാരുടെ എണ്ണമെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലങ്ങൾ അതനുസരിച്ച് വന്ന MLA-മാരുടെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 110 സീറ്റിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഈ മനോരമ തന്നെ നടത്തിയ സർവേയിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരുടെ പേര്, അതാണ് സർവേ. ആദ്യ ഘട്ടത്തിൽ സർവേ വന്ന് അതിൻ്റെ റിസൾട്ട് മനോരമ ന്യൂസിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓൺലൈനിലൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ 25.1% പേര് ഏതാണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. VD സതീശൻ 21 ഏതാണ്ട് 4% വ്യത്യാസമാണ്. അപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ നേരെ ആരോ മാർക്ക് നീട്ടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഉയർന്നിരിക്കുന്നത്. 25-26%. VD സതീശൻ്റെ നേരക്കുള്ള ആരോ മാർക്ക് കുറച്ച് താഴ്ന്നു നിൽക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഈ സർവേയുടെ റിസൾട്ട് മാറുന്നു. അതായത് പിണറായി വിജയൻ 21 സംതിങ്ങും ഈ VD സതീശൻ 26. പക്ഷെ അപ്പോഴും ആദ്യത്തെ ഘട്ടത്തിൽ ഉയർന്നു നിന്ന ആരോ അത് മാറ്റിയില്ല. കാരണം ഇത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അത്രയും ഗ്രാഫിക്സിനകത്തൊരു ശ്രദ്ധ അവർ കണ്ടില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി കാണുന്നു. ബിനീഷ് കോടിയേരി അതിൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, കഷ്ടിച്ച് 4% വ്യത്യാസം മാത്രമേ VD സതീശൻ ആദ്യ ഘട്ടത്തിലാണെങ്കിൽ നേടാൻ കഴിയുള്ളൂ. 4% വ്യത്യാസം എന്ന് പറയുമ്പോൾ മനോരമയുടെ സർവേയിൽ പങ്കെടുക്കുന്നവർ, മനോരമ വായിക്കുന്നവർ ഏത് രാഷ്ട്രീയ അനുകൂലം ഉള്ളവരായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. ആ രാഷ്ട്രീയ അനുകൂലം ഉള്ളവർ പോലും 4% ആനുകൂല്യമേ VD സതീശന് നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ UDFന് ഒരു മികച്ച ലീഡർ ഇല്ല, നയിക്കാൻ പറ്റിയ ആളില്ല. VD സതീശൻ ഓരോ സ്ഥലത്ത് വാർത്താ സമ്മേളനം നടത്തുന്നു. അവിടെ വാർത്താ സമ്മേളനം നടത്തി ടാഞ്ഞടിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു, പിന്നെ അവർ നല്ലതാണെന്ന് പറയുന്നു, ഇപ്പുറത്ത് കേരള സ്റ്റോറി മോശമാണെന്ന് പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. ഇപ്പുറത്തൂടെ രമേശ് ചെന്നിത്തല ഇതൊന്നും അറിയാത്ത പോലെ പോയി സഭാ നേതാവിനെ പോയി കാണുന്നു, അച്ചോ എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ NSSനെ പോയി കാണുന്നു. എന്നിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആണെന്നാണ് ഞാൻ. അപ്പൊ രമേശ് ചെന്നിത്തല അവിടെ ഓപ്പറേഷൻ തുടങ്ങി.
തുടങ്ങി. വി.ഡി. സതീശൻ വെയിൽ കൊണ്ട് നടക്കുന്നു. അപ്പോഴത്തേക്കാണ് കെ.സി. വേണുഗോപാൽ എല്ലാം രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്. കെ.സി. വേണുഗോപാൽ. അപ്പം 3 പേരിടി. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുകയാണ്, ശരി ഇവിടുത്തെ ഈ നിലവിലുള്ള ഭരണസമിതിയിൽ നമ്മൾ പൊറുതിമുട്ടി, നമുക്ക് മടുപ്പ് വന്നു, പക്ഷെ പകരം ആര് ഒന്ന് റീപ്ലേസ് ചെയ്യണമല്ലോ? ആര്? സതീശനോ അതോ സുധാകരനോ അതൊരു ചെന്നിത്തലയോ? ഇവർക്ക് പോലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയും അനൈക്യമില്ലാത്ത ഒരു കൂട്ടർ ഈ സംസ്ഥാനം ഭരിക്കാനായിട്ട് വന്നാൽ എങ്ങനെ ശരിയാകും? സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാം, 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് മടുപ്പാണ്. കാരണം അവിടുത്തെ കുറച്ച് താൻ പ്രമാണിത്വമുണ്ട്. കാരണം ഈ ഭരിക്കുന്ന മന്ത്രിമാരോ അല്ലെ ഭരിക്കുന്ന MLA മാരോ അല്ലോ, അവരുടെ കൂടെ വരുന്ന കുറച്ച് ലോക്കൽ നേതാക്കളുണ്ട്. അവരാണ് ഈ മന്ത്രിമാരെക്കാട്ടി വലിയ ഭരണം നടത്തുന്നത്. കാരണം മന്ത്രിയുടെ പണിയും ചെയ്ത് ഓഫീസൊക്കെ നടക്കുന്നത്. ഇവരാണ് ബാക്കി ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, പരാതി തീർപ്പുണ്ടാക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് താൽക്കാലിക ജോലി നൽകും. അപ്പോൾ ഇവരുടെ ഒരു അഹംഭാവം, അഴിമതി നിറഞ്ഞ നീക്കം, ഇതൊക്കെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ വലിയ എതിർപ്പുണ്ടാക്കി. പക്ഷെ അവരും ചോദിക്കുന്നു പകരം ആര് വരും അറിയില്ല. അപ്പോൾ പകരം വരാൻ സാധ്യതയുള്ള UDFന് നട്ടെല്ല് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ആരോടും വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. കാരണം ഒരു കാലത്ത് കോൺഗ്രസ് അകറ്റി നിർത്തിയതാണ് ഈ മുസ്ലിം ലീഗിനെ. അന്ന് CPM ആണ് ചേർത്ത് പിടിച്ചത്. മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് ഈ പറയുന്ന PSCയിൽ പിന്നെ സംവരണം നൽകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പക്ഷേ UDFന് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെ കോൺഗ്രസിന് വേണ്ടത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ, മുസ്ലിം ലീഗിന്റെ സീറ്റും ഒക്കെ ആയിട്ട് പതുക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത് അല്ല ഞങ്ങളും കുഴപ്പമില്ലാതെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് ഇവിടെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമ്പോൾ പിന്നീട് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകും. അതിനെക്കാട്ടും നല്ലതല്ല ഇടതുപക്ഷം ഭരിക്കുന്ന മതേതര പാർട്ടിയാണ്, വർഗീയത ഇല്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു മുഖം അവതരിപ്പിക്കാൻ ഇപ്പോൾ ഇടതുപക്ഷത്തിന് കഴിയുന്നു. ഏറ്റവും ഒടുവിൽ മോഹൻലാലുമായിട്ടൊരു അഭിമുഖം വരുന്നു. ഈ അഭിമുഖത്തിൻ്റെ ഇരുവരും കൂടെ അഭിമുഖത്തിന് ശേഷം നടന്നു വരുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്ത PR വർക്ക് ഇതാ CPM തുടങ്ങി വെച്ചു. ഇനി വയനാട് ചൂരൽമലയിലെ കാര്യങ്ങൾ വരുന്നുണ്ട്, എറണാകുളത്ത് ഫ്ലാറ്റ് നിർമ്മിച്ച കാര്യം വരുന്നുണ്ട്, തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വലിയ PR വർക്കായിട്ട് അങ്ങോട്ട് വന്നാൽ ഒരു പക്ഷേ കോൺഗ്രസിനോ BJPക്കോ ആ സുനാമിയെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് പോലും സംശയം വരില്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിനിജി പറഞ്ഞതുപോലെ നയിക്കാൻ ഒരു നേതാവില്ല, ഒരു നേതൃത്വവും ഇല്ല കേരളത്തിൽ അവർക്കെന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി കിടന്ന് ഇങ്ങനെ പിടിവലി നടത്തുന്നു. സതീശൻ ഒരു വഴിക്കൂടെ ഓടുന്നു, പുതുയുഗ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ പുതിയ കേരള സൃഷ്ടിക്കാനായി ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കേരളം വീണ്ടെടുക്കുക, കേരളം എങ്ങോട്ടോ പോയി വീണ്ടെടുക്കുക, കാണാനില്ലാത്തൊരു സാധനം കണ്ടെടുക്കുക എന്ന് പറഞ്ഞ രീതിയാണ് സതീശൻ. അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാണ്. പക്ഷേ ഈ എന്താ പറയുക, ബുദ്ധിയുള്ളവർ ഈ മൗനം പാലിക്കും. മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ ഇപ്പോൾ മൗനത്തിലാണ്. കാരണം പിണറായി വിജയൻ അറിയാം എങ്ങനെയാണ് മൂന്നാമതും അധികാരം പിടിക്കേണ്ടത്, അത് ഏത് വഴിക്കൂടെ പോകണം എന്നുള്ളതൊക്കെ. ഇനി കുത്തിത്തിരിപ്പുമായി ഏതൊക്കെ മാധ്യമങ്ങൾ രംഗത്തെത്തിയാലും ജയം സുനിശ്ചിതം ആക്കണം എന്ന് CPM തീരുമാനിച്ചാൽ അതും കൊണ്ടേ അവർ പോകുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ തീയതി വരട്ടെ, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കട്ടെ, അത് കഴിഞ്ഞുള്ള PR വർക്കുകളൊക്കെ കേരളത്തിലെ ജനം കാണും. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കുറച്ച് പേരോടെങ്കിലും, ഒരു വലിയ വിഭാഗത്തോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഈ ഇത്രയും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയെ അധികാരത്തിലേറ്റുന്നതിലും നല്ലത് കുറച്ചു കാലം കൂടി പിണറായി വിജയനെ സഹിക്കുന്നതാണ് എന്നുള്ളത്. അത് ഉണ്ടാക്കിയത് VD സതീശൻ തന്നെയാണ്. ഇത്തവണ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ VD സതീശന് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.